പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി മഹോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തിരുവനന്തപുരംകാരുടെ സ്വന്തം പത്മനാഭന്റെ ഉത്സവ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം എയർപോർട്ട് തന്നെ 5 മണിക്കൂർ അടച്ചിടാറുണ്ട് കേട്ടോ. അപ്പൊ അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടും 2 ഉത്സവങ്ങളാണ് വരുന്നത്, പൈങ്കുനി മഹോത്സവവും അൽപ്പശി മഹോത്സവവും. അപ്പൊ ഈ ഒരു 2 ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ എയർപോർട്ട് 2 ദിവസം അടയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് ഉത്സവമാണ് പൈങ്കുനി മഹോത്സവം. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പൈങ്കുനി ഉത്സവത്തിന് തുടക്കമാകുന്നത്. അതിനുശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പൈങ്കുനി മഹോത്സവം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കിഴക്കേ നടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരമാണിത്. അപ്പൊ ഈ ഒരു പഞ്ചപാണ്ഡവന്മാരുടെ ഈ ഒരു ശില്പങ്ങൾ വെച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അപ്പൊ തലമുറകൾക്ക് മുൻപ് തിരുവിതാംകൂറിൽ കടുത്ത വരൾച്ച നേരിട്ടു കേട്ടോ. അപ്പൊ അങ്ങനെ കൃഷികൾ നശിക്കുകയും രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രാജാവ് തൃപ്പടി ദാനം നടത്തി രാജാവിന്റെ ആ ഒരു സ്ഥലങ്ങളെല്ലാം പത്മനാഭനെ സമർപ്പിച്ച് പത്മനാഭദാസനായിട്ട് ഇവിടെ ഭരിച്ചു കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു തൃപ്പടി ദാനമൊക്കെ നടക്കുന്നത്. അതിനുശേഷം പ്രശ്നം വെച്ചപ്പോൾ ഈ ഒരു പഞ്ചപാണ്ഡവന്മാരുടെ ശില്പങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ പ്രസാദിച്ച് മഴ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഒരു പ്രതിമകളൊക്കെ സ്ഥാപിച്ചത് കേട്ടോ. പിന്നീട് മഴ ലഭിക്കുകയും കൃഷിയൊക്കെ മെച്ചപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ കർണാടക ഭാഗത്തു നിന്നൊക്കെ ശില്പങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് വർഷങ്ങൾക്കപ്പുറവും ഈ ഒരു ആചാരം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ആദ്യം ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നത് തടിയിലായിരുന്നു. പിന്നീട് 1990 ആയപ്പോഴാണ് ഇതൊരു ഫൈബർ ഗ്ലാസ്സിലേക്ക് മാറുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ശില്പങ്ങൾ വെച്ചിരിക്കുന്നതിലും ഒരു ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. അതായത് പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും മൂത്തയാളായ യുധിഷ്ഠിരനെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കി പ്രതിമകൾ ബാക്കിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുന്ന ഈ ഒരു പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമാവാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വേലകളിയും ഉണ്ടാവാറുണ്ട്. 9ാം ദിവസമാണ് ഇവിടുത്തെ പള്ളിവേട്ട നടക്കുന്നത്. രാജകീയമായ നായാട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു കിടങ്ങിൽ ഒരു തേങ്ങ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മഹാരാജാവ് അത് അമ്പെയ്ത്ത് വീഴ്ത്തും എന്നാണ് ഈ ഒരു പള്ളി വേട്ടയിലെ വിശ്വാസം. ഇതിനു ശേഷമാണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറാട്ട് നടക്കുന്നത്. സകല തിന്മകളുടെയും മേലുള്ള വിജയമായിട്ടാണ് ഈ ഒരു പള്ളി വേട്ടയെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഈ ഒരു തേങ്ങ അമ്പെയ്ത് വീഴ്ത്തുന്ന ആചാരം ഇപ്പോഴും തുടർന്ന് വരുന്നത്. 10ാം ദിവസമാണ് ആറാട്ടിന്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് രാജാവും രാജപ്രതിനിധികളും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ഈ എഴുന്നള്ളിപ്പോട് കൂടി ശംഖുമുഖം ഭാഗത്തേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ചിട്ടാണ് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ആറാട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആചാരം വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 1932 തിരുവനന്തപുരം എയർപോർട്ട് സ്ഥാപിതമാകുന്നത്. അപ്പോൾ അതിനു മുൻപ് ഈ എയർപോർട്ട് ഇരുന്ന സ്ഥലത്ത് കൂടിയാണ് ഈ ഒരു ആചാരം തുടർന്നു വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് അനിഴം തിരുനാൾ ബാലരാമവർമ്മ ഈ ഒരു എയർപോർട്ട് ഗവൺമെന്റിന് വിട്ടുകൊടുത്തപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 ദിവസം 365 ദിവസത്തിൽ 363 ദിവസവും ജനങ്ങൾക്കും ബാക്കി 2 ദിവസം ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ആറാട്ട് നടക്കുന്ന 2 ദിവസം എന്ന് പറയുമ്പോൾ പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു ദിവസവും
അൽപ്പശി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസവുമാണ് ഈ ഒരു ആറാട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ഘോഷയാത്ര നടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേ വിട്ടുകൊടുക്കണം എന്ന നിബന്ധനയോട് കൂടിയിട്ടാണ് ഈ ഒരു എയർപോർട്ട് വിട്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു എയർപോർട്ട് അദാനി ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴും ഈ ഒരു കണ്ടീഷന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എയർപോർട്ട് 5 മണിക്കൂർ അടച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം അറിയാത്തവർക്കെല്ലാം എന്തുകൊണ്ടാണ് ഈ ഒരു എയർപോർട്ട് ഇത്ര അടച്ചിടുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കഥകൾക്കും ഓരോരോ ചരിത്രങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം തേടിയുള്ള ഒരു യാത്രയായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിട്ടുള്ള ഏപ്രിൽ 2, അതായത് ഇന്നാണ് ഇവിടുത്തെ ഈ ഒരു ആറാട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ദിവസമാട്ടോ ഇവിടെ എത്തിയത്. കാരണം നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവിടുത്തെ പഞ്ചപാണ്ഡവന്മാരുടെ ശില്പങ്ങളൊക്കെ. നമ്മൾ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ആറാട്ട് നടക്കുന്ന ശംഖുമുഖം ഭാഗത്തും കൂടി പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖത്തേക്കാട്ടോ. അപ്പോൾ ശംഖുമുഖത്ത് ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ആറാട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ആറാട്ട് കാൽനടയായിട്ടാണ് അവിടെ നിന്ന് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5 മണിക്കൂർ എടുത്താണ് ഈ ഒരു ആറാട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എയർപോർട്ട് വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണി വരെയാണ് അടച്ചിടുന്നത്. അപ്പോൾ ഈ ഒരു റൺവേയിലൂടെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഘോഷയാത്രയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈവനിങ് ഒക്കെ ആവുമ്പോഴേക്കും ശംഖുമുഖം ഭാഗത്ത് എത്താറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആറാട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മോർണിംഗ് ശംഖുമുഖത്ത് എത്തിയപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ഗോൾഡൻ അവർ, ഈ ഒരു സൺറൈസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവറിൽ നമ്മുടെ ഈ ഒരു സീ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ ഒരു ഗോൾഡൻ കളറും എല്ലാം വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ശംഖുമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇനിയും അറിയാത്ത, എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഞാനൊരു വ്ളോഗായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് ഉത്സവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ആറാട്ടിനെ സംബന്ധിച്ച് നമ്മൾ ശംഖുമുഖത്ത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിവിടെ സൺറൈസ് കാണണേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അയ്യോ, എന്താ പറയുക, നമ്മുടെ പിറകിൽ കാണുന്നതാണ് നമ്മുടെ ആറാട്ടിൻ്റെയൊക്കെ മണ്ഡപം ഒരുക്കി വെച്ചേക്കണേ. അത് നേരെ കടലിൽ പോയിട്ട് ഇതാവും. നല്ല രസമാണ് സൺറൈസ് കാണാൻ, കടൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കടൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. രാവിലെ എന്നെ കടൽ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറവായോണ്ട് രാവിലെ ഒരാൾക്ക് കടൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കടൽ കാണിക്കാൻ കൊണ്ടുവന്നതാ കപ്പയുള്ള സിനിമ. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് പൈങ്കുനി എന്ന്. അപ്പോൾ എനിക്കും ഈ ഒരു പൈങ്കുനി എന്ന് കേട്ടപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു പേര് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ പൈങ്കുനി എന്നാൽ തമിഴിലെ അവരുടെ കലണ്ടർ പ്രകാരമുള്ള മീനമാസത്തെയാണ് അവർ പൈങ്കുനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാള മാസത്തിൽ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവം സെയിം തന്നെയാണ് തമിഴിൽ പൈങ്കുനി മാസം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. അപ്പോൾ ഇതും കൂടി ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.